ജപ്പാനിലെ ഷിരാക്കവോഗോ വില്ലേജിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഗസ്സോ സുക്കുരി എന്നറിയപ്പെടുന്ന 250 വർഷത്തോളം പഴക്കമുള്ള വീടുകളും ബിൽഡിംഗും ഒക്കെയാണ് ഈ ഒരു വില്ലേജിന്റെ പ്രത്യേകത. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റൂഫിംഗ് മെത്തേഡ് ആണ് താച്ച്ഡ് റൂഫ് എന്ന് പറയുന്നത്. ഈ ഓരോ വീടിന്റെയും മേൽക്കൂര ശ്രദ്ധിച്ചാൽ അറിയാം അത്രയധികം കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള വുഡോ വൈക്കോലോ അങ്ങനെ പുല്ലോ എന്തൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അതും നല്ല സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീടുകൾ 30 മുതൽ 40 വർഷം വരെയൊക്കെ നിലനിൽക്കും. മെയിന്റനൻസ് ചെയ്യണം ഓരോ 15-20 വർഷമൊക്കെ കൂടുന്ന സമയത്ത്. കാരണം നന്നായിട്ട് മഞ്ഞും മഴയൊക്കെ വീഴുന്നുണ്ടെങ്കിൽ പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഈ വീടിന്റെ മുകളിൽ. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യണം, മെയിന്റനൻസ് ഒക്കെ ഇവര് ചെയ്യാറുണ്ട്. ഇത്തവണ ഞങ്ങൾ വിന്റർ ട്രിപ്പ് വന്നത് ഇങ്ങോട്ടേക്കായിരുന്നു. ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും മിക്ക വീടുകളുടെയും മുക്കാൽ ഭാഗത്തോളം മഞ്ഞിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏകദേശം പ്രളയം വരുന്ന അവസ്ഥ പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. 3-4 നിലകളുടെ വീടുകളൊക്കെയാണ്